നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സംശയോ? അർച്ചന എന്തൊക്കെയാ പറയുന്നേ? നിന്റെ സംശയം കൊണ്ടാണോ നീ ഈ ചടങ്ങൊക്കെ അലങ്കോലാക്കിയത്? നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. ഏടത്തിക്ക് വിശ്വാസക്കുറവാണെങ്കിലേ ഇതിന്റെ ബാക്കി ഏടത്തി കുടിച്ചു നോക്ക്. എന്താ സംശയം മാറിയോ? അനക്കെ നീ കൂടെ വാ, ഞാൻ വേറെ തേനെടുത്തു തരാം. ഇവിടെ ഞാൻ കാരണം ചടങ്ങുകളൊന്നും അലങ്കോലം ആവണ്ട. നീ ഇവിടെ വന്നിരിക്കുവാണോ? അച്ഛനും അമ്മയും ഇറങ്ങാൻ നേരം നിന്നെ അന്വേഷിച്ചിരുന്നു. ഞാൻ മനഃപൂർവ്വം വരാത്തത് തന്നെയാ. എന്നെ ഇനി ഒന്നിനും പ്രതീക്ഷിക്കണ്ട. ഞാൻ ഈ മുറിക്കകത്തിരുന്നോളാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഇന്ന്. അതങ്ങ് കൊളവാക്കി തന്നല്ലോ എന്റെ ചേച്ചി. ഏട്ടത്തി എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഏട്ടത്തി രക്ഷിക്കല്ലേ ചെയ്തേ? എന്ത് രക്ഷപ്പെടുത്തിയെന്ന്? തേനില് വിഷമുണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞതോ? എനിക്കിതത്ര വിശ്വാസമൊന്നും വരുന്നൊന്നുമില്ല. ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് ഇത് അലങ്കോലപ്പെടുത്താൻ ഒരു വഴി ചേച്ചിയായി കണ്ടുപിടിച്ചു. എനിക്കിത് അങ്ങനെയാ തോന്നുന്നത്. എനിക്കറിയാം, എല്ലാവരും ഇത് തന്നെ പറയൂ. ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ ശരികൾ തന്നെയാണ് ഞാൻ ചെയ്തത്. ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നത് മറ്റൊരു ഉദ്ദേശം കൊണ്ടല്ല. ഞാനായിട്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ. രാവിലെ അറിയാത്ത കുറ്റത്തിന് ഞാൻ പഴി കേട്ടത്. ഇന്ന് മാത്രമല്ല, കുറെ ദിവസമായിട്ട് അങ്ങനെ തന്നെയാ. ചില സമയത്ത് അതങ്ങനെ തന്നെ അർച്ചന. ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും കുറ്റങ്ങൾ നമ്മുടെ തല തന്നെ ഒന്ന് വീഴും. ഒരുപക്ഷെ തേനിൽ പോയിസൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിലെ സ്ഥിതി താനൊന്ന് ആലോചിച്ച് നോക്കിയേ. വലിയൊരു അപകടം ഒഴിവാക്കിയിട്ടാ താനിപ്പോ പഴിയേക്കുന്നത്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും താനത് കാര്യമാക്കരുത്. എനിക്കതങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. തീർക്കണമെന്ന് തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടതല്ലേ. അപ്പോ ഒരു വഴി അടഞ്ഞാ വേറെ വഴി തുറക്കും. ഇന്ന് എന്ത് നല്ല അവസരമായിരുന്നു. അർച്ചനയാ എപ്പോഴും എന്റെ മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.